وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. خلق السماوات والأرض بالحق يكبر الليل على النهار ويكبر النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. സമാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിധികർത്താക്കളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അസുലഭസുന്ദരമായ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് സമക്ഷം സമാഗതനായതിൻ്റെ ഉദ്ദേശം ഇസ്ലാമും ശാസ്ത്രവും എന്ന കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് സ്വല്പം നിങ്ങളുമായി സംവദിക്കാനാണ്. ഇതിനുവേണ്ടി എനിക്ക് ഭാഗ്യം നൽകിയ പ്രപഞ്ചലോക പരിപാലകനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹീനിൻ വഹാൽ. മാനുഷിക ബുദ്ധിക്കപ്പുറം നിർമ്മിത ബുദ്ധികൾ കടമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് 15 നൂറ്റാണ്ടിന്റെ ശ്രേണിയിൽ നിന്നും കരകയറില്ലെന്ന പുത്തൻവാദികളും ഉദിച്ചുയർന്നു വരുമ്പോൾ ശാസ്ത്രം ഇസ്ലാമിന് വൈത്താലെ നടക്കുകയാണ്. ഇവിടെയാണ് ശാസ്ത്രവും ഇസ്ലാമും എന്ന വിഷയത്തിന്റെ പ്രസക്തിയേറുന്നത്. ശാസ്ത്രം അജയ്യമാണെന്നും യുക്തിക്ക് പ്രാധാന്യം നൽകാത്തതും അപ്രസക്തമാണെന്നുമുള്ള വാദം നടക്കാറുണ്ട് ലോകത്ത്. ശാസ്ത്രം മതവിരുദ്ധമാണെന്നും ഇസ്ലാം 100% ശാസ്ത്രബന്ധിതമാണെന്നുമുള്ള 2 തരം പ്രതികരണങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാം ഒരിക്കലും ശാസ്ത്രത്തിനെതിരെയല്ല, മറിച്ച് ശാസ്ത്രം ഇസ്ലാമിനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. 8ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അഥവാ ഇസ്ലാമിക സുവർണ കാലഘട്ടം ചരിത്രത്തിന്റെ ഏടുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതിന്റെ കാരണം എന്തായിരുന്നു? ആ കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ അബൂ അബ്ദുള്ള മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി, ഇബ്നു അൽ ഹൈതം എന്നിവരെ പോലെയുള്ളവർ ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഒപ്റ്റിക്സ് തുടങ്ങിയ നിരവധി മേഖലകളിൽ മഹത്തായ സംഭാവനകൾ നൽകിയതുകൊണ്ടായിരുന്നു. അത് ശാസ്ത്രലോകത്തിന്റെ വളർച്ചയെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്തു. മാത്രവുമല്ല, പിന്നീട് ശാസ്ത്രം കണ്ടുപിടിക്കുന്ന എന്തിനും ഏതിനും ഇസ്ലാമിന്റെ കയ്യൊപ്പൊരു നിലക്കെങ്കിൽ മറ്റൊരു നിലക്കുണ്ടായിരുന്നു. അത് ശാസ്ത്രലോകത്തിനോ ഇസ്ലാമിനെതിരെ ഉറിഞ്ഞു തുള്ളുന്ന മറ്റു സാമുദായിക നായകന്മാർക്കോ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത. ഇന്നും ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണിത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പട്ടിയെ തൊട്ടാൽ 7 പ്രാവശ്യം കീറുമെന്നും അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണമെന്നും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അതിനെ മൃഗവിരുദ്ധമാക്കി ചിത്രീകരിച്ച അഭിനവ കാലത്തിന് പട്ടിയെക്കുറിച്ച് ഇസ്ലാമിക പഠനത്തിന് ശാസ്ത്രത്തിന്റെ കോപ്പിറൈറ്റ് ശരിവെയ്യുമ്പോൾ ശാസ്ത്രം ഇസ്ലാമിന് വൈത്താലെ നടക്കുകയാണ്. ചേരിത്തിരിഞ്ഞ ഈ ചെറിയൊരു ഉദാഹരണം മാത്രമല്ല, 100 കണക്കിന് ഇനിയുമുണ്ട് വേറെ. സൂര്യനും ചന്ദ്രനും ഭൂമിയെ ചുറ്റുന്നുണ്ടെന്ന ഖുർആനിക പ്രഖ്യാപനത്തെ ശാസ്ത്രലോകം പുച്ഛിച്ചു തള്ളുകയും അതിനെ പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുർആനിക പ്രഖ്യാപനത്തെ ശാസ്ത്രലോകം ശരിവെച്ചുകൊണ്ട് ഇസ്ലാമിന് പിറകെ വരികയുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് യുകബ്ബിറുൽ ലൈല അലൻ നഹാരി വയുകബ്ബിറുൻ നഹാര അലൽ ലൈൽ വസഖറശ് ശംസ വൽ ഖമർ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മാ അലാ ഹുവൽ അസീസുൽ ഗഫാർ. രാത്രിയെ കൊണ്ട് അവൻ പകലിന്മേൽ ചുറ്റുന്നു, പകലിനെ കൊണ്ട് അവൻ രാത്രിന്മേൽ ചുറ്റുന്നു. ഇവിടെ യുകബ്ബിർ, ചുറ്റുന്നു എന്ന പ്രയോഗം ഭൂമിയുടെ ഗോളാകൃതിയെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുന്നുകളും മലകളും ഇരിച്ചു നിരത്തി പ്രകൃതി ദുരന്തങ്ങൾ വരുത്തുമ്പോൾ ഖുർആന്റെ പ്രഖ്യാപനത്തെ നോക്കൂ. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ നാം ഭൂമിയുടെ ആണികളായി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. മനുഷ്യൻ പിറക്കുന്നത് ഒരു ബീജത്തിൽ നിന്നാണെന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ശാസ്ത്രം പിറക്കുന്നതിന് മുമ്പേ ഖുർആനിലൂടെ പറയുന്നു ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും അതിന്റെ ആദ്യത്തിൽ ഇസ്ലാമിന് കയ്യൊപ്പ് കാണാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പകർന്നു തന്ന അറിവിന്റെയും അന്വേഷണ തരയുടെയും പൂർവിക തലമുറ കൈവരിച്ച ശാസ്ത്ര നേട്ടങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ശാസ്ത്രരംഗത്ത് മതത്തിന്റെ സജീവത കൂടി ഉറപ്പിക്കാനാകും. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്, തൂലികകൾ ചലിപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.